ഇത്തവണ ബിഗ് ബോസ് സീസണിലെ ശക്തനായ മത്സരാർത്ഥിയായിരുന്നു ഗബ്രി. ആദ്യ ദിവസം തന്നെ ജാസ്മിനുമായി തുടങ്ങിയ സൗഹൃദമാണ് ഗബ്രിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയത്. അതേസമയം ഇരുവരും ലവ് ട്രാക്കിന് ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ ഇരുവർക്കും വ്യാപക വിമർശനവും ലഭിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം എവിക്ഷനിലൂടെ ഗബ്രി വീട്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഗബ്രി പുറത്തേക്കിറങ്ങിയതോടെ വളരെ വൈകാരികപരമായിട്ടാണ് ജാസ്മിൻ പ്രതികരിച്ചത്. അതേസമയം താനും ജാസ്മിനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഗബ്രി തുറന്നു പറയുകയാണിപ്പോൾ. ഷോയിൽ നിന്നും പുറത്തായതിനു ശേഷം ചാനലിനോട് നൽകിയ പ്രതികരണത്തിലാണ് താരം മനസ്സ് തുറന്നത്. ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസിലൂടെയായിരുന്നു ഇത്രയും ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സങ്കടവും ദേഷ്യവും ബ്രേക്ക് ഡൗണും എല്ലാം അടങ്ങിയൊരു യാത്രയായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടും ജാസ്മിൻ്റെ പേര് മാത്രം എടുത്തു പറയാഞ്ഞത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഗബ്രി പറയുന്നത്. വീടിനകത്ത് നിന്ന് അവളോട് യാത്ര പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അവളുടെ മുമ്പിൽ വന്നു നിന്ന് വീണ്ടും ഞാൻ ആ പേര് പറഞ്ഞാൽ അവൾക്കത് വീണ്ടും വേദന ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. പിന്നെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ബായ് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഷോയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള അഭിമുഖത്തിൽ ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ സ്വഭാവം വെച്ചിട്ട് ആളുകൾ ഇങ്ങോട്ട് വഴക്കുണ്ടാക്കുമെന്ന്. എന്നാൽ ആളുകൾ അങ്ങനെ വന്നാലല്ലേ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തും ഗെയിമും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കൂ. വിമർശനങ്ങൾ വരുന്നത് ഞാൻ ആസ്വദിച്ചിരുന്നു. ആദ്യമൊക്കെ വിമർശനം വേദനിപ്പിച്ചെങ്കിലും പിന്നെ 24 മണിക്കൂറുകൾ മാത്രമായി ആ വേദന. ഒരാളുമായും സൗഹൃദവും ഡീപ്പ് കണക്ഷനും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ ആളായിരുന്നു ഞാൻ. അടുത്താൽ അത്രയും അടുക്കും, സ്നേഹിച്ചാൽ അത്രയും സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ ദൈവത്തിൻ്റെ നിശ്ചയം പോലെ എൻ്റെ നിലപാടുകളോട് ഒത്തുചേർന്ന് എൻ്റെ ചിന്താഗതിയോട് കൂടുതൽ സാമ്യമുള്ള ജാസ്മിനെ കണ്ടു. 24 മണിക്കൂറിനുള്ളിലാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത്. ആ ബന്ധം വളരെ ദൃഢമായി അവളുടെ കാര്യത്തിൽ എനിക്കൊരു കുറ്റബോധമോ റിഗ്രറ്റോ ഉണ്ടായിട്ടില്ല. ജാസ്മിനൊപ്പം കൈപിടിച്ചിരിക്കുമ്പോൾ കിട്ടുന്നൊരു ബലം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മറ്റുള്ളവർ അതെങ്ങനെ കാണുന്നു എന്നത് ഞാൻ നോക്കിയിട്ടില്ല, അതറിയാനും താല്പര്യമില്ല. ഞങ്ങളുടെ ബന്ധം ഗെയിമിനെ ബാധിച്ചിട്ടില്ലെന്നും ഗബ്രി പറയുന്നു. ജാസ്മിനെ എതിർക്കേണ്ട സ്ഥലത്ത് എതിർത്തിട്ടുണ്ട്. എന്നെ ആ ബന്ധം ശക്തമാക്കിയിട്ടേ ഉള്ളൂ, അത് തളർത്തിയിട്ടില്ല. ഞങ്ങളെ തകർക്കാൻ ആർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. ജാസ്മിൻ നല്ല സ്ട്രോങ് പ്ലെയറാണ്. ഇനി ഫയർ കാട്ടുതീയായിരിക്കും. ജാസ്മിൻ ഞങ്ങൾ ഇതുവരെ ഒരുമിച്ചായിരുന്നു. നമ്മുടെ ഇഷ്ടമുള്ള ആളിൻ്റെ അടുത്ത് നിന്നും മാറി നടക്കാനാകില്ല. ജാസ്മിൻ തന്നെ പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾ പോയാൽ മറ്റേയാൾക്ക് പിടിച്ചു നിൽക്കാനാകില്ലെന്ന്. പക്ഷേ സ്ട്രോങ് പേഴ്സണാണ് ജാസ്മിൻ. അവൾ 1-2 ദിവസം വീക്കാകും. ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ട്. എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആ ബന്ധത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. ജാസ്മിൻ്റെ മനസ്സിലുമുണ്ട്. പക്ഷേ ആ വീട്ടിൽ ഉള്ളവരെ അറിയിക്കാനും എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സംസാരത്തിൽ നിന്നും പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ബന്ധം ആർക്കും തകർക്കാനും പറ്റില്ലെന്നും ഗബ്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.